ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷമൊക്കെ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും കൂടി അടിച്ച് ഒന്ന് ഹൈപ്പും കൂടി ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രമേനോൻ രോഹിത്തിനെ കാണാനായിട്ട് ചെല്ലുകയാണ് ജയിലിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രോഹിത്തിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം രോഹിത്ത് വലിയ രീതിയിലൊന്നും പ്രതികരിക്കുന്നില്ല. രോഹിത്ത് ആകെ തകർന്നു തരിപ്പണമായൊരവസ്ഥയാണ്, ഒരു ദയനീയമായ അവസ്ഥയാണ് ആ മുഖത്തുള്ളത്. അങ്ങനെ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? എന്നെ ആരും കാണാൻ ഇങ്ങോട്ടേക്ക് വരണ്ട, എന്നെ ആരും കാണാനും വരണ്ട, എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം എന്നുള്ള രീതിയിൽ സംസാരിക്കുക. നമ്മുടെ ബാലചന്ദ്രന് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ബാലചന്ദ്രൻ എന്തു പറയും? സമാധാനിപ്പിക്കാൻ പറ്റുമോ? അതുമില്ല. എങ്ങനെ സമാധാനിപ്പിക്കാനാണ്? ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് ബാലചന്ദ്രനുള്ളത്. ഇപ്പം മനു കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മനുവിന് ബാലചന്ദ്രനെ സമാധാനിപ്പിക്കാൻ പറ്റും. പോട്ടെ അങ്കിളെ, സാരമില്ല, ഏതായാലും കരയാതെ കരയുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ കേട്ടോ. മനസ്സിലുള്ള ആ ഒരു വിഷമം, ഏതായാലും മകനാണല്ലോ, ആ ഒരു വിഷമം അതും രോഹിത്തിനെ കണ്ടപ്പോൾ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ തീരുമാനിച്ചു, തെറ്റൊക്കെ ചെയ്തു, ശരിയാണ്, എങ്കിലും സ്വന്തം മകനാണ്, കൂടെ നിൽക്കണം. കൂടെ നിന്ന് കഴിഞ്ഞില്ലേ ശരിയാവില്ല മനു, അവൻ്റെ കൂടെ ഞാൻ നിൽക്കണം. എന്തൊക്കെയാണെങ്കിലും മകനല്ലേ. ഇനിയിപ്പോൾ ശിവേട്ടനെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ശിവേട്ടനും കമലയിടത്തെയൊക്കെ ഹരിയനെ കാണാൻ പോകുന്നുണ്ട്. അവന് ജാമ്യം എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം മകനാ, അത് നീ ഒന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനിയനൊക്കെ തന്നെ, അവരുടെ മകനാണെങ്കിലും എൻ്റെ അനിയനൊക്കെ തന്നെയാണല്ലോ. അവൻ ചെയ്ത തെമ്മാടിത്തരം അത് അറിയാമല്ലോ ഹരീനെ കുറിച്ച്. അവൻ എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് അങ്കിള് കൂടുതൽ അവനെ ന്യായീകരിച്ച് സംസാരിക്കുകയൊന്നും വേണ്ട. പിന്നെ രോഹിത്ത് ഹരിയുടെ കൂടി ഇങ്ങനെ ആയതാണെന്നും എനിക്കറിയാം. പിന്നെ അവനോട് പറഞ്ഞതല്ലേ കൂട്ടുകൂടരുത്, അവർ കൂട്ടുകൂടി നടന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു. ഇനിയിപ്പം അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ ഇതിനകത്ത് തലയൊന്നും ഇടാൻ വരുന്നില്ല, എനിക്ക് പറ്റത്തില്ല. നാണക്കേട് കാരണം മനുഷ്യന് പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അറിയാലോ, ഞാൻ എറണാകുളത്ത് ജോലിക്ക് പോകാതെ നിൽക്കുന്നത് അവിടെ ജോലി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അവരോട് എങ്ങനെ സംസാരിക്കും? പിന്നെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത്. അപ്പം വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാനും കടന്നു പോകുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ബാക്കി എല്ലാവർക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഇനി മന്ദഗതി ആക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചെയ്തത് നല്ലതൊന്നും അല്ല, പക്ഷേ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ അവരെ പുറത്തിറക്കാനും കൊണ്ടുവരാനും. ഏതായാലും കോടതിയും നിയമവും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. എന്തോ എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. കട തുറക്കണം എന്നുണ്ട്, പക്ഷെ കട തുറക്കാനും പറ്റുന്നില്ല. കട തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയില്ല മനു. ഏതായാലും കട തുറക്കണം. ഗോവർദ്ധനെ പറഞ്ഞെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കട തുറന്നേ പറ്റൂ. കട തുറക്കാനും കൂടെയാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒത്തിരി നാൾ കട പൂട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകൾക്കൊന്നും ശമ്പളം കൊടുക്കാൻ എൻ്റെ കയ്യിലും വേണമല്ലോ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത കുറേ പൈസ നമ്മുടെ കയ്യിലുണ്ട്. അത് എത്രത്തോളം എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പരമ്പരാഗത സ്വത്തൊന്നും എനിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിപ്പോൾ എൻ്റെ മകന് വേണ്ടി മുഴുവൻ ഇറക്കേണ്ടി വന്നാൽ ചിലപ്പോൾ എനിക്ക് ഇറക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മന്ദഗതിയിൽ തുഴഞ്ഞു പോകാൻ പറ്റില്ല. ഏതായാലും ഇനിയിപ്പം നല്ല രീതിയിൽ തന്നെ കട തുറന്ന് മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ പറയും. അപ്പം മനു പറയുന്നുണ്ട്, അങ്കിളെ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, ഇപ്പൊ സമൂഹത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാറൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു വാർത്തയുടെ മേലെ ഒരു വാർത്ത വരുമ്പോഴത്തേക്കും ഇത് അടിയിലായി പൊക്കോളും. ഇപ്പം അതങ്ങനെയാണ്. ഇപ്പം നമുക്കിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതൊക്കെ നിറഞ്ഞ് നിൽപ്പുണ്ടെങ്കിലും വേറൊരു കേസ് വരുമ്പോഴത്തേക്കും ഈ കേസ് മാഞ്ഞു പോകും. ഈ കേസ് ആ ഒരു വഴിക്ക് പോകും. പിന്നെ ആൾക്കാരുടെ ജനങ്ങളുടെ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കേസിലായിരിക്കും. അതുകൊണ്ട് അങ്കിൾ ഇത് കാര്യമാക്കണ്ട എന്നൊക്കെ പറയുകയാണ്. പിന്നെ അലീനയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അലീന അവിടെ പോവുകയും ശരണ്യനെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അങ്കിളിന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വേറൊരു ഉദ്ദേശമില്ല. അവൾ ജീവകാരുണ്യ പ്രവർത്തനം തന്നെ ചെയ്യുക എന്നതാണ് അവളുടെ ഉദ്ദേശം. അവൾക്ക് വേറൊരു ഉദ്ദേശമില്ല. നിന്റെ അച്ഛനും അതുപോലെ ഗോവർദ്ധനൊക്കെ പറഞ്ഞു അവളോട് ശരണ്യനെ കൊണ്ട് മനസ്സ് മാറ്റിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അവളുടെ മുമ്പിൽ ചെന്ന് നിന്ന് പറയാൻ പറ്റുവോടാ? എങ്ങനെയാണ് അവളോട് പറയുന്നത്? അവള് ചെറുപ്പം മുതലേ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്തു വന്ന ഒരു പെങ്കൊച്ച. ആ പെങ്കൊച്ചിന് കുടുംബത്തിനോടോ കടപ്പാടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് കടപ്പാടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക്. അത് അങ്ങനെയല്ല അവൾ വളർന്നത്. അവൾക്കൂടെ കുടുംബം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആരെ കാണുന്നു, ആര് ചിരിച്ചു കാണിക്കുന്നു, അതൊക്കെ അവളുടെ കുടുംബക്കാരാണ് അവൾക്ക്. അപ്പം ആര് തകർന്നു കിടക്കുന്നു
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവരെ ജീവൻ വെപ്പിക്കുക, അത് അവളുടെ ആ ഒരു സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു ബ്ലഡിൽ വന്ന് കയറി പിടിച്ച സംഭവമാണ്. അതൊന്നും നമുക്കിനി മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ കൂടുതൽ കാര്യവും ഒന്നും ചോദിക്കാനൊന്നും പോയില്ല. ശരണ്യയുടെ സംസാരിക്കാനും ക്യാൻവാസ് ചെയ്യാനൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, പറയണ്ട, അത് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അങ്കിളിൻ്റെ വില അങ്കിളായിട്ട് എന്തിനാ കളയുന്നത്? അവളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്ക് ദ്രോഹം ചെയ്യുന്നില്ല, അതുപോലെ എന്ന് മനു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമോളും അലീനയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രമോ വിശേഷത്തിലെ, അതുകൊണ്ട് അത് ഞാൻ കൂടുതലിട്ട് ഇങ്ങനെ പറഞ്ഞു കുളവാക്കുന്നില്ല. കാരണം അത് നിങ്ങൾ കേട്ടവരൊന്നും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വീണ്ടും ഞാൻ ആവർത്തിക്കാമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. ഞാൻ ഇന്നലത്തെ ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല ആ സീനിൽ കാണിക്കുന്നത്, നമ്മുടെ ശരണ്യയുടെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചോദിക്കുകയും ശരണ്യനെ കുറിച്ച് പറയുകയും അതുപോലെ തന്നെ അലീന ചേച്ചിനെ പോലെ ഒരു ചേച്ചീനെ കിട്ടിയത് സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം തന്നെയാണ്. എങ്കിലും എൻ്റെ ഏട്ടനല്ലേ രോഹിത്ത്, എനിക്കും രോഹിത്തേട്ടനെ പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അലീന ചേച്ചി ഇങ്ങനെ പറയുമ്പം എനിക്കും തോന്നാറുണ്ട്, വേണ്ട, എന്തിനാ വെറുതെ, എന്നെപ്പോലെ തന്നെ ഒരു പെണ്ണല്ലേ ശരണ്യയും, അതുപോലെ ഒരുപാട് ശരണ്യമാർ ഉണ്ടാകാതിരിക്കട്ടെ ഇനി എന്നൊക്കെ കൃഷ്ണമോൾ സംസാരിക്കുന്നുണ്ട്. കൃഷ്ണമോൾക്ക് രോഹിതിനെ പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ അലീന പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ട്, ഒരു മനസ്സുണ്ട് നമ്മുടെ കൃഷ്ണമോൾക്ക് കേട്ടോ. അപ്പം പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജ കമലയും തമ്മിലുള്ളൊരു ഫോൺ സംഭാഷണമുണ്ട്. അങ്ങനെ വൈജയും കമലയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അലീനയെക്കുറിച്ച് തന്നെയാണ്. അപ്പം അലീന അവള് വലിയ കേമിയ, അവളുടെ കൈയും കാലും പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം എന്നോടും നിന്റെ കെട്ടിയവനും എൻ്റെ ആങ്ങളെയൊക്കെ പറഞ്ഞായിരുന്നു എന്ന് വൈജ പറയുന്നുണ്ട്. ഏടത്തിയുടെ കെട്ടിയവനൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് പറ്റത്തില്ല അവളുടെ കാല് പിടിക്കാനായിട്ട്. ദേ വഴി കൂടെ പോകുന്ന പട്ടിയുടെ കാല് പിടിച്ചാലും പട്ടിയോട് യാചിച്ചാലും ഒരിക്കലും ഞാൻ ചെന്ന് അലീനയുടെ മുമ്പിൽ ചെന്ന് തൊഴുകയായിട്ട് നിൽക്കത്തില്ല. അവൾ ആരാ അതിന്? അവളിപ്പോൾ ശരണ്യയുടെ അടുത്ത് പോയി സംസാരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൾ തിന്ന ചോറിന് നന്ദിയാണോ അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കമൽ പറഞ്ഞു, ഇതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ പൊന്നു വൈജെ, ഞാൻ എന്തിനാ ഇതൊക്കെ അറിയാൻ വേണ്ടി പോവുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത്? ദേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് പുറത്ത് കൊണ്ടുവരണമെന്നേ ഉള്ളൂ. ഓരോ പെണ്ണുങ്ങൾ വന്ന് തലയിൽ കയറും. ആണുങ്ങളല്ലേ അവന്മാർ അങ്ങനെയൊക്കെ ആയിരിക്കുന്നേ. പെണ്ണുങ്ങൾ കടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോലെ ഇവളൊക്കെ എന്തിനാ വന്ന് തലയ്ക്ക് കയറുന്നത്? ഇവളിപ്പോൾ എൻ്റെ മോൻ്റെ തലയ്ക്ക് അല്ലെങ്കിൽ വേറെ ആരുടെയും തലയ്ക്ക് ഇനി കയറും. അതിനെയാ പോയി സമാധാനിപ്പിക്കുന്നത്. ഇവളെയൊക്കെ സമാധാനിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചാട്ടവാറിനടിച്ച് വീട്ടിലിടുവല്ലായിരുന്നോ ചെയ്യേണ്ടത്? അപ്പനും അമ്മയും വൃത്തിക്കും വെടുപ്പിനും വളർത്തിയില്ല, തോന്നിവാസത്തിന് വിട്ടു. അതുകൊണ്ടല്ലേ ഇപ്പം ആ പെണ്ണിന് ആ അവസ്ഥ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കമല, സ്വന്തം മകനല്ല തെറ്റുകാരൻ, ഇപ്പം ആ പെണ്ണാ തെറ്റുകാരി. അപ്പം അങ്ങനെ നമ്മുടെ കമല ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഏതായാലും മക്കളെ പുറത്ത് കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും പറയണം, ശിവേട്ടനോടും രാജീവിനോടും പറയണം, എങ്ങനെയെങ്കിലും പറയണം, ജാമ്യം എടുക്കാനൊക്കെ പറയണം. എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാൻ നമുക്ക്, എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാൻ നമുക്ക്. അല്ല ഇനിയിപ്പം ആരെക്കൊണ്ടെങ്കിലും ഇടപിടിപ്പിച്ചിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ശരണ്യയുടെ വീട്ടുകാർക്ക് കൊടുത്താൽ മാറുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും കമല പറയുന്നുണ്ട്, വൈജ ഇതൊന്നും അറിയുന്നില്ലേ വൈജയ്? ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ രാഷ്ട്രീയക്കാർ, സമുദായക്കാർ, ജനങ്ങളെല്ലാവരും നിൽക്കുന്നത് ആ പെണ്ണിൻ്റെ കൂടെയാണ്. അപ്പം പിന്നെ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റുന്നില്ലെന്നാണ് ഇപ്പം ശിവേട്ടൻ വന്ന് പറഞ്ഞത്. എത്ര പേരെ പോയി കണ്ടെന്നറിയാമോ? അങ്ങ് മുഖ്യമന്ത്രി വരെ പോയി കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും നടക്കാത്ത കാര്യമായി. ഈ കേസ് ആയതുകൊണ്ട് എല്ലാവരും ഒതുക്കി തീർക്കാനൊന്നും പറയത്തില്ല. പ്രതികൾ ആരാണോ അവർക്ക് ശിക്ഷ കിട്ടണം, അതും അങ്ങേയറ്റം വരെ ശിക്ഷ കിട്ടണം എന്നാണ് പറയുന്നത്. വാർത്തയൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വൈജയ്. നിനക്ക് ആ ഒരു റൂമിൽ കിടന്നാൽ മതി, നിനക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല വൈജയ്. പക്ഷെ ഞാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്ന്. പുറത്തിറങ്ങാനോ ടി വി വെക്കാനോ ഫോൺ തുറക്കാനോ ഒന്നും പറ്റുന്നില്ല. അവിടെ മുഴുവന് നമ്മുടെ മക്കളുടെ ചർച്ചയാണ്. അത് കേട്ടുകൊണ്ട് എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കും എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, വൈജയ് നീ ഒന്ന് കണ്ണടച്ച് കള, നീ ഒരു കാര്യം ചെയ്യ്, നീ അലീനോടൊന്ന് പറ, അലീനോടൊന്ന് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറയുമ്പോൾ ദേ എൻ്റെ പൊന്നു കമലയിടത്തി കെട്ടിയവനും ആങ്ങളെ പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിൽ ഇനി പറയാൻ നിൽക്കരുത്. പിന്നെ അവളുടെ കാല് പിടിച്ച് എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല അവളുടെ കാല് പിടിക്കാനെന്നും പറഞ്ഞ് നമ്മുടെ വൈജി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശരണ്യ ഉണ്ടല്ലോ, അവിടെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ശരണ്യയ്ക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അലീന വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ അലീന വീണ്ടും ശരണ്യനെ കാണാൻ ചെല്ലുന്നുണ്ട്. ശരണ്യനെ കാണാൻ ചെല്ലുമ്പം നമ്മുടെ ഓമനക്കുട്ടനുമായിട്ടൊരു സീനുണ്ട് കേട്ടോ, ശരണ്യയും ഓമനക്കുട്ടനും. അപ്പോൾ ശരണ്യയെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓമനക്കുട്ടൻ അലീനയോട് മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അലീനയോട് മിണ്ടാതെ മാറി ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, വഴി മാറി ഒരു സ്ഥലത്ത് ഇങ്ങനെ അലീനയെ കാണാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതായത് അലീന മറിഞ്ഞു പോവുക, അലീന വരുന്തോറും മാറി നിൽക്കുക.
അപ്പം നമ്മുടെ അലീന എന്ത് ചെയ്തു, ഒരു ദിവസം പിടിക്കണം എന്ന് അലീനയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹം. ഇവനിങ്ങനെ മാറി മാറി പോവല്ലേ, ഇവനെ പിടിച്ച് ഇവനോട് സംസാരിക്കണം, അലീനയോടൊരു പേടിയോ അലീനയോടൊരു വിരക്തിയോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അലീന ചെന്നിട്ട് അതെ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഓമനക്കുട്ടൻ പതുക്കെ അലീനയുടെ അടുത്ത് വന്നു. അലീനയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്? അല്ല, ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നീയല്ലേ എൻ്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചതും എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനൊക്കെ തുടങ്ങിയത്. നിനക്ക് ചമ്മലുണ്ടോ എന്നെ കാണുമ്പോൾ എന്ന് ചോദിച്ചപ്പം എന്തിനാ ഞാൻ ചമ്മുന്നത്? എനിക്ക് ചമ്മലൊന്നുമില്ല. പിന്നെ എന്താ എന്നോട് സംസാരിച്ചാൽ നിനക്ക് കുഴപ്പം? നിന്റെ ചേച്ചിനെ രക്ഷിക്കാൻ വന്നതാ, ഒരിക്കലും നിന്റെ ചേച്ചിനെ ശിക്ഷിക്കാൻ വന്നതല്ല ഞാൻ. നിന്റെ ചേച്ചിനെ ദ്രോഹിക്കാനുമല്ല, നിന്റെ ചേച്ചിനെ രക്ഷിക്കാൻ വന്നതാ. അതെനിക്കറിയാം, എൻ്റെ ചേച്ചിനെ രക്ഷിക്കാൻ വന്നതാണെന്ന്. അതെങ്ങനെ നിനക്കറിയാം? അല്ല അലീന അലീന ചേച്ചിന്ന് വിളിച്ചോന്നേ, കുഴപ്പമില്ലെന്നേ. അലീന ചേച്ചി വന്നതിൽ പിന്നെയല്ലേ എൻ്റെ ചേച്ചി എണീറ്റ് ഇതിലെ നടന്നതും എൻ്റെ ചേച്ചി ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അലീന ചേച്ചി രക്ഷിക്കാൻ വന്നാന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ നീ എന്നെ കാണുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത്? അതെ, എന്നെ കാണുമ്പോൾ മറിഞ്ഞു നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ നിന്നെ പിടിച്ചു തിന്നാൻ മാത്രം സിംഹമോ പുലിയോ ഒന്നും അല്ല. ഞാനൊരു പാവം പെങ്കൊച്ച. അലീന എന്നാ എൻ്റെ പേര്. എനിക്ക് വീട്ടുകാരോ ബന്ധുക്കാരോ ഒന്നുമില്ല. ഞാനേ ഒരു അനാഥ പെങ്കൊച്ച. നിങ്ങളൊക്കെയല്ലേ എൻ്റെ വീട്ടുകാർ. അലീന എൻ്റെ അനിയത്തിക്കുട്ടിയാകുമ്പം നീ എൻ്റെ അനിയനല്ലേ. അപ്പം നിനക്ക് എന്നെ അങ്ങനെ കണ്ടാൽ പോരെ? ഏതായാലും ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിൻ്റെ ചേച്ചിനൊന്ന് പോയി കാണട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന അകത്ത് കയറി പോകും. അപ്പോൾ ഓമനക്കുട്ടൻ അലീനയോടുള്ള ആ ഒരു പേടിയും ആ ഒരു ഇതൊക്കെ മാറി കേട്ടോ. അലീനയോടൊരു പേടിയോ ചിലപ്പോൾ അലീനയോടൊരു ബഹുമാനം കൊണ്ടായിരിക്കാം തൻ്റെ ചേച്ചീനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ചേച്ചിയാണോ അനീതിയാണോ നമ്മുടെ ശരണ്യ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബഹുമാനമോ പിന്നെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കും, ഒരു ചമ്മൽ കൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ അലീനയുടെ അടുത്തല്ല സോറി നമ്മുടെ രേവതിക്കുട്ടിയല്ലോ ശരണ്യ, പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. ശരണ്യയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ അടുത്ത് ചെന്ന് ശരണ്യയോട് സംസാരിക്കുന്നുണ്ട്. എപ്പോഴും സംസാരിക്കുന്നത് പോലെ അല്ല, നമ്മുടെ ശരണ്യയോട് ഓരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തി ചോദിക്കുക. അതായത് പഴയ ലോകത്തിലേക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങളും. അപ്പം നമ്മുടെ ശരണ്യയുടെ അമ്മ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇവിടെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഓരോ കഥ പറയും, അതായത് കുസൃതി കാണിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അറിയാതെ പുഞ്ചിരി ആ മുഖത്ത് വീഴുകയാണ് കേട്ടോ, ശരണ്യയുടെ മുഖത്ത്. ആ പുഞ്ചിരി കണ്ടിട്ട് നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാകാത്ത സന്തോഷം നമ്മുടെ അലീനയ്ക്ക് തോന്നുക. കാരണം താൻ കാരണമാണല്ലോ ഇവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ പതുക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ, ഇന്നലത്തെ വിശേഷത്തിൽ പറഞ്ഞതുപോലെ തന്നെ പുറത്തേക്ക് ഇറക്കുകയും അവിടെയുള്ള പൂക്കളെയും പൂമ്പാറ്റയെയും ഒക്കെ കാണിക്കുകയും അവരിങ്ങനെ പാറിപ്പറന്ന് അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ശരണ്യനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയും അവളുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം കുത്തിപ്പറിച്ചുകൊണ്ട് പോകുന്ന വിധം നമ്മുടെ അലീനെ ആക്കി തീർക്കുകയാണ്. അങ്ങനെ പഴയ ആൽബങ്ങളൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കി പഴയ ആൽബങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴയ ആൽബത്തിൽ ഇതാണ് ശരണ്യ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരണ്യ ചെറുപ്പത്തിൽ ഇവള് സുന്ദരി കുട്ടിയായിരുന്നല്ലോ, ഇപ്പോഴും സുന്ദരിയാണ് കേട്ടോ, മിടുക്കിയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ പറയുന്നുണ്ട്. ആ ആൽബമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അലീന ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റം നമ്മുടെ ശരണ്യയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ കാലക്രമേണയാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ സമയത്ത് രോഹിത്തിനെ പോയി കണ്ടിട്ട് വരുന്ന നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് രോഹിത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാനൊരു അച്ഛനാണ്, ചില സമയം ഞാനൊരു അച്ഛനായി പോവുകയാണ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അലീന. ഒരച്ഛൻ്റെ വേദന എന്താണ് എന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മക്കൾ എത്ര ദ്രോഹം ചെയ്താലും മക്കൾ എന്തൊക്കെ ചെയ്താലും അച്ഛനമ്മമാർക്ക് അവരെ അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റത്തില്ലെന്നേ. എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം അലീന, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വെറും ഒരു അച്ഛനായി പോവുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. രോഹിത്തിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് മനസ്സിന് വല്ലാതെ വിഷമമൊക്കെ കയറിയിട്ട് അലീനയുടെ മുമ്പിൽ പൊട്ടിക്കരയുക. അതായത് പിടിച്ച് ഇത്രയും ദിവസം നിന്ന് അതൊക്കെ അങ്ങോട്ട് എന്താ പറയുക, ഈ ചെറ പൊട്ടി പോകുന്നത് പോലെ പൊട്ടിക്കരയുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥ ഒരു നിസ്സഹായ അവസ്ഥയായിട്ട് കാണുന്ന നമ്മുടെ അലീനയ്ക്കും ഒരു നിസ്സഹായ അവസ്ഥയായിട്ട് നോക്കി നിൽക്കാനേ തോന്നുന്നുള്ളൂ. ആശ്വസിപ്പിക്കാനോ എങ്കിൽ പിന്നെ മകനെ നമുക്ക് രക്ഷിക്കാമെന്ന് പറയാനോ ഒന്നും പറ്റണില്ല. കാരണം അലീനയ്ക്കത് പറ്റത്തില്ല. പ്രതികൾ ആരാണോ പ്രതികൾക്ക് ശിക്ഷ തന്നെ കിട്ടണമെന്ന് തന്നെയാണ് അപ്പോഴും അലീന പറയുന്നത്. പക്ഷേ ആ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് വീണ്ടും ഒന്നുകൂടി രോഹിത്തിനെ പഴിചാരുകയോ രോഹിത്തിനെ രക്ഷിക്കണ്ടെന്നോ എന്നും നമ്മുടെ അലീന പറയുന്നില്ല കേട്ടോ. കാരണം അച്ഛൻ്റെ വഴിക്ക് പോവുക, കോടതിയായിട്ട് പോവുക, കേസായിട്ട് പോവുക, ജാമ്യം കിട്ടുമെങ്കിൽ ജാമ്യം കിട്ടട്ടെ, അതിന് അലീന ഒരു തടസ്സമാകില്ല ഒരിക്കലും. പക്ഷേ ശരണ്യയോട് അലീന പറഞ്ഞ് ഒരിക്കലും അലീന
നമ്മുടെ രോഹിത്തിനെയോ ഹരിയോ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ഇന്നത്തെ ഫുൾ വിശേഷം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഡയലോഗും ഇത് സഹിതം നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. നമ്മുടെ വിശേഷം ഇന്നും വന്നിട്ടില്ല. സസ്പെൻസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ താമസിക്കുന്നത്. സാധാരണ നമുക്ക് വൺഡേ ഫുൾ വിശേഷം ഇന്ന് രാവിലെ വരാറുള്ളതാണ്. ഇന്ന് എന്താണെന്നറിയില്ല, നമുക്ക് ഇതുവരെ വിശേഷം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും വിശേഷം നമുക്ക് താമസിക്കാതെ തന്നെ വരികയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കുമേ. ഇനിയിപ്പം വന്നില്ല എങ്കിൽ ചിലപ്പോൾ ഒരു 4 മണിയും 5 മണിയൊക്കെ ആകുമ്പോഴാണ് വിശേഷം വരുന്നത്. അപ്പോൾ അതാണ് ലേറ്റ് ആവണത് കേട്ടോ. അപ്പം പിന്നെ 5 മണിക്ക് 4 മണിക്ക് വിട്ടിട്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് 7 മണിയാകുമ്പോൾ നമ്മുടെ കഥ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ആ ഒരു അത്രയും സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് കയറി പോകത്തില്ല, പിന്നെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വൈകിട്ട് ഈ 4 മണിക്കും 5 മണിക്കും വരുന്ന ടൈമിൽ നമ്മൾ ഫുൾ വിശേഷം വിത്ത് ഡയലോഗ് സഹിതം ചെയ്യാതെ ഏകദേശം ഈ ഒരു കഥയാണ് ഇന്ന് വരാൻ പോകുന്നത് കേട്ടോ. അപ്പം താമസിക്കാതെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താം ഇന്നത്തെ ഫുൾ വിശേഷമായിട്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇട്ടിട്ടുണ്ട് ജിൽജിൽ ചിന്നുവിൽ. ഇന്നത്തെ ഫുൾ വിശേഷം ഒരു ബിരിയാണി കഥ തന്നെയാണ്. വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. ഇന്നൊരു ബിരിയാണി വെച്ച് തീർക്കുകയാണ് ഇന്നത്തെ കഥ കേട്ടോ. അപ്പം അത് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ജിൽജിൽ ചിന്നുവിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ.